മുഹമ്മദ് മോഹസിൻ, അങ്ങേക്ക് 11 മിനിറ്റ്. സർ, ഞാൻ ഈ ബഡ്ജറ്റിനെ പൂർണ്ണമായി അംഗീകരിക്കുകയാണ്. ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയെ നമ്മൾ അതിജീവിക്കുന്നു എന്ന ഏറ്റവും ആശാവഹമായ കാര്യമാണ് ഈ ബഡ്ജറ്റിലുള്ളത്. വിജ്ഞാനാധിഷ്ഠിത സമ്പദ് വ്യവസ്ഥ കെട്ടിപ്പടുക്കാനും ഒരു നവകേരള സൃഷ്ടി സാധ്യമാക്കാനും പ്രാപ്തമായിട്ടുള്ള ഒരു ബഡ്ജറ്റ്, പ്രതിസന്ധികളെ അതിജീവിക്കാൻ പ്രാപ്തമാക്കുന്ന റിയലിസ്റ്റിക് ബഡ്ജറ്റ് എന്ന നിലയ്ക്ക് വലിയ പ്രഖ്യാപനങ്ങളെക്കാൾ മികച്ച രീതിയിൽ ഇപ്പോൾ നടപ്പിലാക്കുന്ന പദ്ധതികൾ യാഥാർത്ഥ്യമാക്കാനുള്ള ലക്ഷ്യബോധത്തോടെയുള്ള ബഡ്ജറ്റാണ് നടപ്പിലാക്കുന്നത്. രാജ്യത്താദ്യമായി ഭൂരഹിതരും ഭവനരഹിതരും ഇല്ലാത്ത, അതിദാരിദ്ര്യം ഏറ്റവും കുറഞ്ഞ സംസ്ഥാനമായി കേരളം മാറുന്നു എന്നത് അഭിമാനകരമായിട്ടുള്ള കാര്യമാണ്. ലൈഫ് വഴി 4,27,736 ഭവനങ്ങൾ ഇപ്പോൾ തന്നെ പൂർത്തീകരിച്ചു കഴിഞ്ഞു. വീടില്ലാത്ത സാധാരണക്കാരായ മനുഷ്യർ, അവർക്ക് കിടന്നുറങ്ങാൻ മറ്റു നിർവാഹമില്ലാത്ത ആളുകൾക്ക് സുഖമായി കിടന്നുറങ്ങാൻ വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാകുമ്പോൾ ഇനി 1,11,306 വീട് കൂടി ഈ വർഷം യാഥാർത്ഥ്യമാകുമ്പോൾ ഏതാണ്ട് 5,39,000 വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാകുകയാണ്. 2016 മുതൽ 18,000 കോടിയാണ് ഇതിനു വേണ്ടി സംസ്ഥാന സർക്കാർ ഫണ്ട് അനുവദിച്ചിട്ടുള്ളത്. ഈ വർഷം 1,160 കോടി. സർ, അതിദാരിദ്ര്യം ഏറ്റവും കുറവുള്ള സംസ്ഥാനമായി നമ്മുടെ കേരളം മാറുന്നു. നീതി ആയോഗിൻ്റെ മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ് പ്രകാരം നമ്മൾ ഏറ്റവും കുറവാണ് നമ്മുടെ അതിദാരിദ്ര്യം. സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ ഏതാണ്ട് എല്ലാം കൈവരിച്ച സംസ്ഥാനമായി കേരളം മാറുകയാണ്. കേരളം വ്യവസായ സൗഹൃദമായി മാറുന്നു. വർഗീയ കലാപങ്ങളില്ലാത്ത ഇന്ത്യയിൽ അഭിമാനകരമായിട്ടുള്ളൊരു നാടായി നമ്മുടെ നാട് ഇന്നും നിലനിൽക്കുകയാണ്. ഇന്ത്യ സ്കിൽ റിപ്പോർട്ട് 2024 പ്രകാരം പ്രതിഭകളായിട്ടുള്ള സ്ത്രീകളും പുരുഷന്മാരുമൊക്കെ നമ്മുടെ രാജ്യത്ത് ഏറ്റവും ജോലി ചെയ്യാൻ താല്പര്യപ്പെടുന്ന നാടായി കേരളം മാറിയിട്ടുണ്ട്. നമുക്കറിയാം, സുസ്ഥിര വികസന ലക്ഷ്യങ്ങളിൽ ഏറ്റവും വിശപ്പ് രഹിതമായിട്ടുള്ള സംസ്ഥാനം ഒന്നാമത് കേരളമാണ്. അതോടൊപ്പം തന്നെ ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം നൽകുന്ന സംസ്ഥാനം അതും കേരളമാണ്. പശ്ചാത്തല സൗകര്യം, അതുപോലെ ഗവേണൻസ് അടക്കമുള്ള നിരവധി കാര്യങ്ങളിൽ കേരളം മുന്നിലാണ്. 62 ലക്ഷം ആളുകൾക്ക് 1,600 രൂപ സാമൂഹ്യക്ഷേമ പെൻഷൻ കൊടുക്കുന്ന, ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ കൊടുക്കുന്ന സംസ്ഥാനം എന്നുള്ള നിലക്ക് നമുക്ക് അഭിമാനിക്കാം കേരളം എന്ന് പറയുമ്പോൾ. പശ്ചാത്തല സൗകര്യത്തിൻ്റെ കാര്യത്തിൽ ദേശീയപാത, അതുപോലെ തന്നെ കൊച്ചി മെട്രോ, ഗെയില്, വാട്ടർ മെട്രോ, രാജ്യത്തെ ആദ്യത്തെ വാട്ടർ മെട്രോ, ദേശീയ ജലപാത, വിഴിഞ്ഞം തുറമുഖം, വിമാനത്താവളങ്ങളുടെ വികസനം തുടങ്ങി, അതുപോലെ തന്നെ നമുക്ക് നിരവധിയായിട്ടുള്ള ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി, സയൻസ് പാർക്ക് അടക്കമുള്ള നിരവധിയായിട്ടുള്ള വികസന കാര്യങ്ങൾ. ഇപ്പോൾ തീർച്ചയായിട്ടും കേരളയിൽ ഇനി കുറച്ചു കാലം കഴിഞ്ഞായിരിക്കും ആളുകൾക്ക് ട്യൂബ് ലൈറ്റ് കത്തുക. വളരെ അനിവാര്യമായിട്ടുള്ള സിൽവർ ലൈൻ അടക്കമുള്ള പദ്ധതികൾ കേരളത്തിന് അത്യാവശ്യമാണ്. തീർച്ചയായിട്ടും ഇപ്പോഴും അതിന് ഫണ്ട് വെക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കിഫ്ബിയിലൂടെ അടിസ്ഥാന സൗകര്യ വികസനം കേരളം കണ്ടതിൽ ഏറ്റവും വിപ്ലവകരമായിട്ടുള്ള വികസന പദ്ധതികളാണ് കണ്ടിട്ടുള്ളത്. നമുക്ക് പല വികസന സ്വപ്നങ്ങളും നമുക്ക് സ്വപ്നം കാണാൻ കഴിയും. ആ സ്വപ്നം കാണുന്നതിന് യാഥാർത്ഥ്യമാക്കാനുള്ള ധൈര്യമാണ് കിഫ്ബി നൽകിയത്. 87,378.33 കോടി ചെലവഴിച്ചുകൊണ്ട് 1,200ഓളം ഏകദേശം പദ്ധതികളാണ് കിഫ്ബി വഴി നടപ്പിലാകുന്നത്. പല പദ്ധതികളും വളരെ മികച്ച രീതിയിൽ നടപ്പിലാകുമ്പോൾ ചില പദ്ധതികളെങ്കിലും ചില സാങ്കേതിക പ്രശ്നം കൊണ്ട് വൈകുന്നുണ്ട്. അത് പ്രത്യേകം പരിശോധിച്ചുകൊണ്ട് അത്തരം കാര്യങ്ങൾ വേഗത്തിലാക്കാനുള്ള ശ്രമം നടത്തണം എന്നുകൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അതിദാരിദ്ര്യം ഇല്ലാതെയാക്കാനുള്ള നിരവധി പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തുമ്പോൾ രാജ്യത്ത് നമുക്കറിയാം 2021 0.71% അതിദാരിദ്ര്യമുള്ള ആളുകളുടെ കണക്കെങ്കിൽ കേരളത്തിൽ അതിപ്പോൾ 0.55 മാറിയിട്ടുണ്ട്. ഇപ്പോൾ അത് വീണ്ടും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അതിദാരിദ്ര്യം കുറയുമ്പോൾ തന്നെ ഒറ്റപ്പെട്ട അതിദാരിദ്ര്യമല്ലെങ്കിൽ പോലും ദൈനംദിന ജീവിതം കൂട്ടിമുട്ടിക്കാൻ പാടുപെടുന്ന കുറേ ആളുകളുണ്ട്. അതിൽ പെടുന്ന ആളുകളാണ് നമ്മുടെ ആശാ വർക്കേഴ്സ്, അതോടൊപ്പം തന്നെ പാചക തൊഴിലാളികൾ, തൊഴിലുറപ്പ് തൊഴിലാളികൾ. ഇതെല്ലാം കേന്ദ്രമാണ് ഇവർക്ക് പദ്ധതി, കേരളത്തിൻ്റെ വിഹിതം പരമാവധി കൊടുക്കുന്നുണ്ട്. എങ്കിലും എനിക്ക് പറയാനുള്ളത്, ഇവർക്ക് ആരോഗ്യ ഇൻഷുറൻസ്, കുടുംബത്തിൻ്റെ ചികിത്സാ ചെലവൊക്കെ വല്ലാതെ കൂടുന്നത് കൊണ്ട് ആരോഗ്യ ഇൻഷുറൻസ് പരിധിയിൽ ഇവരെ കൊണ്ടുവരണം. അതോടൊപ്പം തന്നെ ക്ഷേമനിധി
യുടെ ഭാഗമായിട്ടുള്ള തൊഴിലാളികളുണ്ട്. അവരെ കൂടി ആകർഷകമായിട്ടുള്ള കുടുംബ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ വലിയ രീതിയിൽ അവർക്ക് മാറ്റമുണ്ടാകും. അതോടൊപ്പം അവരുടെ കുട്ടികളെ പ്രൊഫഷണൽ വിദ്യാഭ്യാസത്തിന് ചേർക്കുന്ന സമയത്ത് സ്കോളർഷിപ്പ് കൂടി ഏർപ്പെടുത്തണമെന്ന് കൂടി അഭ്യർത്ഥിക്കുകയാണ്. ഈ ബഡ്ജറ്റിൽ പ്രവാസി മേഖലയിൽ ലോക കേരള സഭയ്ക്ക് ശേഷം കേരളത്തിൻ്റെ ഒരു ഇക്കണോമിക് ആൻഡ് കൾച്ചറൽ ആൻഡ് ഫെസിലിറ്റേഷൻ സെൻറ്റർ എന്നുള്ള നിലക്ക് വിവിധ രാജ്യങ്ങളിൽ പ്രവാസികൾക്ക് വേണ്ടി ഒരു സെൻറ്റർ ആരംഭിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. അത് മലയാളി കമ്മ്യൂണിറ്റിക്ക് ഏറെ പ്രയോജനം ചെയ്യും. കേന്ദ്ര സർക്കാർ നമുക്കറിയാം വിമാന കമ്പനികൾ വില കൂട്ടുമ്പോഴും അത് കുറക്കാനുള്ള ഒരു നടപടിയും സ്വീകരിക്കാതിരിക്കുമ്പോൾ യാതൊന്നും കേന്ദ്ര സർക്കാർ ചെയ്യാതിരിക്കുമ്പോൾ വിമാന കമ്പനികൾക്ക് പോലും ഇത്തരത്തിൽ വില കൂട്ടാനുള്ള സമീപനം സ്വീകരിക്കുമ്പോഴാണ് ഈ നടപടി. കേന്ദ്ര സർക്കാർ വിമാന കമ്പനികളടക്കമുള്ള കാര്യങ്ങളെ നിയന്ത്രിക്കാൻ വേണ്ടി കൂടി പ്രവാസികളെ സഹായിക്കുന്ന സമീപനം സ്വീകരിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇവിടെ നേരത്തെ പറഞ്ഞ സ്കോളർഷിപ്പുകൾ, ന്യൂനപക്ഷ സ്കോളർഷിപ്പ് അടക്കം പിന്നോക്കം നിൽക്കുന്ന സ്കോളർഷിപ്പുകൾ നിർത്തലാക്കി എന്ന് പറഞ്ഞു. ആര് നിർത്തലാക്കി? കേന്ദ്ര സർക്കാർ നിർത്തലാക്കി. അങ്ങനെ കേന്ദ്ര സർക്കാർ നിർത്തലാക്കിയപ്പോൾ ആ വിഭാഗം ജനങ്ങൾക്ക് കൂടി ഫണ്ടെത്തിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേക സ്കോളർഷിപ്പ് വെച്ചുകൊണ്ട് രാജ്യത്തിന് മാതൃകയായിരിക്കുകയാണ് കേരളം എന്നുകൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. ട്രഷറി മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുടിശ്ശികയും അതുപോലെ DA അടക്കമുള്ള കാര്യങ്ങൾ കുടിശ്ശിക ആയിരുന്നല്ലോ, പെൻഷൻ അടക്കം, അത് വിതരണം ചെയ്യാൻ വേണ്ടി സർക്കാർ തീരുമാനിച്ചത് നല്ല കാര്യമാണ്. അതോടൊപ്പം തന്നെ താത്കാലിക ജീവനക്കാരായിട്ടുള്ള ആളുകൾ അവർക്ക് കൂടി ആരോഗ്യ ഇൻഷുറൻസ് അടക്കമുള്ള പദ്ധതികളിൽ അവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് താത്കാലിക ജീവനക്കാരെ കൂടി കരകയറ്റാനുള്ള ശ്രമം നടത്തണമെന്ന് ഒരു അഭ്യർത്ഥന കൂടി ഞാൻ പറയുകയാണ്. പ്രകൃതി ദുരന്തങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അറിയാം. അതിനുവേണ്ടി നമുക്ക് പ്രിപ്പയർഡ്നെസ്സിന് വേണ്ടിയിട്ടുള്ള ഫണ്ട് വെച്ചിട്ടുണ്ട്. അതിനുള്ള സംവിധാനം, കവചം എന്നുള്ള സംവിധാനം നമ്മൾ ഉദ്ഘാടനം കഴിഞ്ഞു. കൂടുതൽ ഇപ്പോൾ നമുക്കറിയാം SDRFിലൊക്കെ പരിമിതമായ CMDRFിലൊക്കെ പരിമിതമായ ഫണ്ടാണ് ഉണ്ടാവുക. കൃത്യമായി നമുക്ക് അടുത്ത സമയങ്ങളിൽ കാലാവസ്ഥ വ്യതിയാനവുമായി ബന്ധപ്പെട്ടൊക്കെ പ്രശ്നങ്ങൾ വരുമ്പോൾ കുറച്ചും കൂടെ മുൻകൂട്ടി കണ്ട് ഫണ്ട് വിനിയോഗിക്കാൻ കഴിയുന്ന രീതിയിൽ ബഡ്ജറ്റിൽ അത്തരത്തിൽ ഒരു ഫണ്ട് കൂടി അല്ലെങ്കിൽ സ്വരൂപിക്കാനുള്ള ഒരു ശ്രമം കൂടി നടത്തണം എന്ന് അറിയിക്കുകയാണ്. വയനാടിൻ്റെ കാര്യം നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. വളരെ വേദനിപ്പിക്കുന്ന കാര്യമാണ്. നിരവധി മനുഷ്യർ മരണപ്പെട്ട, ജീവിതം അവസാനിച്ച, വേറെ അവരുടെ ജീവിതവും സ്വത്തും വീടും എല്ലാം അവസാനിച്ച് സീറോയിൽ നിന്ന് തുടങ്ങുന്ന മനുഷ്യരാണ്. അവിടെ 10-ാം ദിവസം രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ഹെലികോപ്റ്ററിൽ വന്നിറങ്ങി അവിടെയൊക്കെ കണ്ടു, കുട്ടികളെയൊക്കെ കണ്ടു, ഉമ്മ വെച്ചു, സ്നേഹിച്ച് തിരിച്ചുപോയി. നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചു എന്തെങ്കിലും പ്രഖ്യാപനമുണ്ടാകുമെന്ന്. ഒരു ആശ്വാസം പോലും ഉണ്ടാവാതിരിക്കുകയും എന്നാൽ ബഡ്ജറ്റ് വരെ കാത്തിരുന്നിട്ട് പോലും നയാ പൈസ വയനാടിൻ്റെ അതിജീവനത്തിന് വെക്കാതെ ഡിസാസ്റ്റർ ടൂറിസം നടത്തിയ പ്രധാനമന്ത്രി വളരെ മോശമായ പ്രവർത്തനമാണ് ചെയ്തിരിക്കുന്നത്. BJPയുടെ രാഷ്ട്രീയ നയമാണ് വ്യക്തമാക്കുന്നത്. മറ്റു സംസ്ഥാനങ്ങൾക്കൊക്കെ തന്നെ ആയിരക്കണക്കിന് കോടി രൂപ ഇത്തരത്തിൽ ഡിസാസ്റ്റർ മാനേജ്മെന്റിന് വേണ്ടി കൊടുക്കുമ്പോൾ, ദുരന്തത്തിൽ നിന്ന് കരകയറാൻ കൊടുക്കുമ്പോൾ കേരളത്തെ അവഗണിക്കുന്ന സമീപനമാണ് സ്വീകരിച്ചിരിക്കുന്നത്. എന്നാൽ കേരളം ഒറ്റപ്പെട്ട് ആ ജനങ്ങളെ ഒറ്റപ്പെടുത്തില്ല എന്ന് തീരുമാനിച്ചുകൊണ്ട് 750 കോടി വയനാട് പാക്കേജിന് വേണ്ടിയിട്ട് ഫണ്ട് വെച്ചതിന് ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. മറ്റു സംസ്ഥാനത്തിൻ്റെ തനത് നികുതി വരുമാനം വർദ്ധിച്ചിട്ടുണ്ടെങ്കിലും സംസ്ഥാനത്തിന് കേന്ദ്രം നൽകുന്ന വിഹിതങ്ങളിൽ ഗണ്യമായ കുറവാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ അതിൻ്റെ കണക്കുകളിലേക്ക് പോകുന്നതില്ല. പടിപടിയായി ധനകാര്യ കമ്മീഷനുകളിലൊക്കെ തന്നെ ഓരോ ഘട്ടം ഘട്ടമായി വളരെ കുറഞ്ഞ, രാജ്യത്ത് ഏറ്റവും കുറവ് വിഹിതം കിട്ടുന്ന സംസ്ഥാനമായി നമ്മൾ മാറിയിരിക്കുകയാണ്. നികുതി വിധത്തിൽ അതുപോലെ തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള കേന്ദ്ര വിഹിതം, GST അങ്ങനെ തുടങ്ങി ഓരോ വിഹിതവും കടമെടുക്കാനുള്ള പരിധിയൊക്കെ കുറച്ചുകൊണ്ട് കേരളത്തെ ബുദ്ധിമുട്ടിക്കുന്ന സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത്. കേന്ദ്ര ബഡ്ജറ്റിൽ വയനാട് പാക്കേജ്, പ്രത്യേക സാമ്പത്തിക പാക്കേജ്, തലശ്ശേരി മൈസൂർ റെയിൽപാത, അങ്ങനെ തുടങ്ങി നിരവധി, വിഴിഞ്ഞം, സിൽവർ ലൈന്, അങ്ങനെ ശബരിമലയ്ക്ക് പോലും, ശബരി റെയിലിന് പോലും ഫണ്ട് വെച്ചിട്ടില്ല. ആ ശബരിമല പ്രത്യേക പാക്കേജിന് വേണ്ടിയിട്ട് 1033 കോടിയാണ് ഈ ഗവൺമെൻറ് വെച്ചത്. അതിന് പോലും കേന്ദ്ര ഗവൺമെൻറ് ഫണ്ട് വെച്ചില്ല എന്ന് പറയുമ്പോൾ വളരെ ഈ കേരളത്തെ അവഗണിക്കുന്നതിൽ നമുക്ക് പ്രതിഷേധമുണ്ട് എന്നറിയിക്കുകയാണ്. അതോടൊപ്പം ഹജ്ജ് കമ്മിറ്റി അംഗം കൂടിയായിട്ടുള്ള എനിക്ക് പ്രത്യേകിച്ച് കണ്ണൂർ ഹജ്ജ് ഹൗസിന് വേണ്ടി 5 കോടി അനുവദിച്ചതിന് പ്രത്യേകം അഭിനന്ദനം അറിയിക്കുന്നു. കേരളം ആവശ്യപ്പെട്ട ഫണ്ട് നൽകാതിരിക്കുകയും കേരളത്തെ ഞെക്കിക്കൊല്ലുക മാത്രമല്ല സംസ്ഥാനങ്ങൾക്കുള്ള നികുതി വരുമാനം ഒഴിവാക്കാൻ വേണ്ടി
സർചാർജും സെസ്സും കൂട്ടിക്കൊണ്ട് നികുതി കുറക്കുന്ന സംസ്ഥാനങ്ങൾക്ക് വിതരണം ചെയ്യാതിരിക്കാനുള്ള അടവാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നത്. ഇത് ഫെഡറൽ തത്വങ്ങളെ അട്ടിമറിക്കും എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. മറ്റു വിശദമായ കാര്യങ്ങളിലേക്ക് കടക്കുകയല്ല. എൻ്റെ മണ്ഡലവുമായി ബന്ധപ്പെട്ട് 2-3 കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, എക്സൈസിൻ്റെ സർക്കിൾ ഓഫീസ് പട്ടാമ്പിയിൽ ആരംഭിക്കാനും താലൂക്ക് വ്യവസായ ഓഫീസ് ആരംഭിക്കാനും വേണ്ടി സഹായിക്കണമെന്നാണ് പറയാനുള്ളത്. ഭാരതപ്പുഴയിൽ മണൽ അടിഞ്ഞുകൂടിക്കൊണ്ട് വലിയ രീതിയിലുള്ള അപകടമുണ്ടാകുന്നുണ്ട്. അത് പ്രളയം വന്ന് കൂടുതൽ പ്രളയ സാധ്യതയുണ്ട്. അത് വലിയ ചെലവിലേക്കും പോകും. അതേസമയത്ത് അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് ആ മണൽ എടുക്കുകയാണെങ്കിൽ വരുമാനവും കിട്ടും, പ്രളയവും ഉണ്ടാവില്ല, ചെലവും കുറയും. അപ്പോൾ അതുകൂടി പരിശോധിക്കണം എന്ന് അറിയിക്കുകയാണ്. രാജ്യത്തെ ആദ്യത്തെ ലേണിംഗ് കോൺസ്റ്റിറ്റ്യുവൻസിയായി പട്ടാമ്പി മണ്ഡലത്തെ മാറ്റാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട്. അതിനുവേണ്ടി ബഡ്ജറ്റിൽ ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടി ഫണ്ട് വെച്ചിട്ടുണ്ട് 1 കോടി രൂപ. അതിനനുബന്ധമായി വിജ്ഞാന കേരളം പദ്ധതി അടക്കമുള്ള പദ്ധതികൾ പട്ടാമ്പിയിൽ ഇതിനുകൂടി സഹായിക്കണമെന്ന് കൂടി അഭ്യർത്ഥിക്കുകയാണ്. നമ്മുടെ ഭിന്നശേഷി വിഭാഗം സാമൂഹ്യ സുരക്ഷാ പെൻഷൻ നമുക്ക് വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കെങ്കിലും കുറച്ചെങ്കിലും വർദ്ധിപ്പിക്കാൻ കഴിയുമോ എന്ന് പരിശോധിക്കണം. അതോടൊപ്പം തന്നെ ഈ മെഡിക്കൽ സോഷ്യൽ വർക്കേഴ്സ് പ്രധാനമായിട്ടും കഴിഞ്ഞ ശമ്പള പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ പറയുന്നുണ്ട്. പബ്ലിക് റിലേഷൻ ഓഫീസറുടെ സാലറിയോട് ചേർന്ന് ഒരേ ക്വാളിഫിക്കേഷൻ ആയതുകൊണ്ട് അതുകൂടി പരിഗണിക്കണമെന്ന് അവർ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഇതെല്ലാം പരിഗണിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ബഡ്ജറ്റ് ഏറ്റവും മികച്ച രീതിയിൽ വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ഉതകുന്ന ബഡ്ജറ്റാണ്. എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു.